കോൺഗ്രസ് നേതാവായിരുന്ന നൈനാരേത്ത് മുഹമ്മദ് കുഞ്ഞിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മുഹമ്മദ് കുഞ്ഞ് നൈനാരേത്ത് മെമ്മോറിയൽ അവാർഡ് വിതരണവും SSLC +2 പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. കായംകുളം നൈനാരേത്ത് ഹൗസിൽ നടന്ന പരിപാടി സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭ 4-ാം വാർഡിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന നൈനാരേത്ത് മുഹമ്മദ് കുഞ്ഞിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം നടന്നു. അവാർഡ് ദാനവും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു നിർവഹിച്ചു. ജീവിതകാലം മുഴുവൻ കർമ്മനിരതരായി ഇരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദരണീയനായ ശ്രീ നൈനാരേത്ത് മുഹമ്മദ് സാഹിബിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഏറ്റെടുത്ത പ്രവൃത്തികൾ നന്നായി ചെയ്ത, വിശ്വസിച്ച, സ്നേഹിച്ച പ്രസ്ഥാനത്തോട് അങ്ങേറ്റം നീതി പുലർത്തിയ നീതിമാനായ മനുഷ്യനായിരുന്നു. ജനപ്രതിനിധിയായിരുന്നു, നഗരസഭാ കൗൺസിലറായിരുന്നു, ദീർഘകാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. ജീവിതത്തിന്റെ അവസാനം വരെ ഉറച്ച കോൺഗ്രസുകാരനായിരുന്നു. കൃഷിയും മറ്റെല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് സജീവമായി നിന്ന ആളാണ്. നമുക്കെല്ലാം പ്രിയങ്കരൻ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തി ഈ എൻഡോമെന്റ്, ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷകരമാണ്. SSLC കഴിഞ്ഞവരെ CBSE സിലബസിൽ പഠിച്ചവർക്ക് +1 +2 ഉണ്ട്. +1 +2 കഴിഞ്ഞവരെ സംബന്ധിച്ച് പുതിയ പല കോഴ്സുകളും, പ്രൊഫഷണൽ കോഴ്സുകളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷയിലും നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, മറ്റു പുസ്തകങ്ങൾ വായിക്കണ്ടേ? ലോകത്തെക്കുറിച്ച് അറിയാം. ലോകത്തെക്കുറിച്ച് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരോട് ഇടപെടാൻ കൂടി പഠിക്കണം. സ്വന്തം വീട്ടിൽ തന്നെ സംസാരിക്കണം. അപ്പായോടും ഉമ്മയോടും ഒക്കെ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കണം. അവരോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അയലത്തുള്ള ആളുകളോട് സംസാരിക്കണം. സമൂഹമായിട്ട് സംസാരിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. നല്ല പ്രസംഗം യൂട്യൂബൊക്കെ ഇല്ലേ? യൂട്യൂബിലൊക്കെ നല്ല പ്രസംഗങ്ങൾ കേൾക്കണം. മികച്ച പ്രസംഗങ്ങൾ കേൾക്കണം. പാഠപുസ്തകങ്ങൾക്ക് പുറത്തുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഇപ്പൊ ChatGPT ഒക്കെ ഉണ്ട് അല്ലേ? പഴയ കാലത്തിൽ ഒരു വിഷയം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വലിയ പുസ്തകങ്ങൾ റെഫർ ചെയ്യണം. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബോർഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ കഴിയുന്നില്ലേ? കൊച്ചുമോൻ നൈനാരേത്ത് അധ്യക്ഷത വഹിച്ചു. ഷൗക്കത്ത് പറമ്പിൽ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി മുഖ്യാതിഥിയായി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് സമീർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. സൈൻലാബ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് വള്ളിയിൽ റസാഖ്, കടയിൽ രാജൻ, AP ഷാജഹാൻ, അരിത ബാബു, കബീർ കോട്ടപ്പുറം, അൻസാർ കോട്ടപ്പുറം, ഷാജി വലിപറമ്പിൽ, റിയാസ് നൈനാരേത്ത്, AB ഷാഹുൽ ഹമീദ്, അൻഷാദ് വാഹിദ്, ആശാ വർക്കർ ബുഷ്ര എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.